ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു ബീഫ് ഫ്രൈ ആയാലോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ബീഫ് ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടി 1 കിലോ ബീഫാണ് കഴുകി വൃത്തിയാക്കി എടുത്ത് വച്ചിരിക്കുന്നത്, വെള്ളമൊന്നുമില്ലാതെ. ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പൊടിയായിട്ടരിഞ്ഞ വെള്ളുള്ളി, പൊടിയായിട്ടരിഞ്ഞ ഇഞ്ചി, 3 പച്ചമുളക് ചെറുതായിട്ടരിഞ്ഞത്, 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇടാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളമൊന്നും ഒഴിക്കാതെ മിക്സ് ചെയ്ത് അടച്ചു വെച്ച് 4-5 വിസിൽ വരുന്നവരെ. നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ തുള്ളി പോലും വെള്ളം ചേർത്തില്ലെങ്കിലും ഇത് കണ്ടോ, ഇത്രയും വെള്ളമുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. കുറഞ്ഞ തീയിൽ വേണേ നമ്മൾ ഇനി ഈ വെള്ളം വറ്റിച്ചെടുക്കാൻ. ബീഫിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ ഒന്ന് മാറ്റി വയ്ക്കാം, അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ബീഫ് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാവട്ടെ. ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. എണ്ണയൊന്ന് തിളയ്ക്കട്ടെ. ഇനി ഞാൻ ചൂടായ എണ്ണയിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുക്കുന്നത്. ആ തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം. ഇത് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ തേങ്ങാക്കൊത്ത് ഇടണ്ട. ഇനിയും ചെറിയ 2 സവാള കട്ട് ചെയ്താണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഉപ്പും കൂടി ഇടാം, സവാളയ്ക്ക് പാകത്തിനുള്ള ഉപ്പ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റാം. സവാള ഈ ഒരു നിറമാകുമ്പോൾ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് വഴറ്റാം. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റാം. ഇതിലെ വെള്ളമയം വറ്റുന്നവരെയും വഴറ്റി. 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇടാം. വീണ്ടും നന്നായിട്ട് വഴറ്റാം. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിക്കുന്നുണ്ട്. ഈ ബീഫിൽ നെയ്യ് ഉള്ളതാണെങ്കിൽ നെയ്യ് ഒഴിക്കേണ്ടതില്ല, അല്ലാതെയും നെയ്യ് ഒഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഒഴിക്കേണ്ട. ഈ നെയ്യ് ഒഴിക്കുമ്പോൾ ഒരു സ്ഥിര സ്വാദ് ഉണ്ടാകും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. ഫ്ലെയിം ഓഫാക്കാം. നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ തയ്യാറായി. ചോറിൻ്റെയോ ചപ്പാത്തിയുടെയോ പൊറോട്ടയുടെയോ ഒക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു ബീഫ് ഫ്രൈ ആണ്. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു ബീഫ് ഫ്രൈ തയ്യാറാക്കി നോക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.